ഗൈസ്, നമ്മളിപ്പോൾ ഇന്നിവിടെ പോകുന്നു ലുലു മാളിൽ പോവാണ്. ഇപ്പോഴേ ക്ഷീണിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നമുക്കിനി ബാലരാമപുരത്ത് ചെന്നിട്ട് ബസ്സിന് വേണം ലുലു പോകാൻ. ധനുഷ് ഓൺ ദ വേ ആണ്. ലച്ചു കൈമനത്തുനിന്ന് കയറും. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഗൈസ്. എപ്പോൾ എത്തുമെന്ന് അറിയില്ല. യാസി എല്ലാ വട്ടവും ലേറ്റ് ആണ് ഗൈസ്. അപ്പോൾ ലുലു എത്തും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഏകദേശം ഇപ്പം തന്നെ എത്ര മണിയായി? 8:30 കഴിഞ്ഞ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. 9 മണി ട്രിവാൻഡ്രം പറഞ്ഞു. പക്ഷെ എല്ലാരും പല വഴിക്ക് നിൽക്കുന്നേ ഉള്ളൂ ഗൈസ്. നമ്മൾ 9 മണിക്ക് എത്താൻ ശ്രമിക്കും. നമ്മൾ ഈ സ്പോട്ടിൽ ഇരിക്കുകയാണ്. യാസി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളവിടെ എത്തി. ലുലുവിലെത്തി. ഇന്നേ വരെ ലുലു കാണാത്ത ധനുഷയുടെ ആഗ്രഹം സഫലമാക്കാനാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഞങ്ങളും കൂടി ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത്. ലുലു ഉണ്ട്, ബാക്ക് സൈഡ് ലുലു ഉണ്ട്. നമ്മൾ എവിടെ എത്തി? ലുലുവിന്റെ ഫ്രണ്ടിലെത്തി. ധനുഷയുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലുലുവിന്റെ ഫ്രണ്ടിലെത്തി. ധനുഷ ബാക്കിലുണ്ട്. പിന്നെ നമ്മൾ താരം ലേറ്റ് താരം എത്തി. ഈ കുട്ടി കാരണം ഞങ്ങൾ 1/2 മണിക്കൂറാണ് ഗൈസ് ഈ സ്പോട്ടിൽ. 15 രൂപ. ഞങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഐഡിയ കൃഷ്ണ ഷോ കണ്ണൂർ നമ്മൾ മീറ്റിന്റെ സെക്ഷൻ കാണിക്കാൻ കൊണ്ടുപോകാൻ. ധനുഷ് എവിടെ? ധനുഷ് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്നത്. കൃഷ്ണയുടെ 100K അല്ല ഗൈസ്, വെറും 100 ഗൈസ്. തിരിച്ചു വെക്കരുത് കേട്ടോ വീഡിയോ എടുത്ത്. ഇതാണ് നമ്മുടെ 100K ആകുമ്പോ പിന്നെ വീട് നോക്കണ്ടോ? കേട്ട് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ നമ്മള് വീട് കാട്ടി നടക്കുന്നത്. 100 ആയപ്പോഴും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിനി ഫുഡ് എല്ലാരും വിശക്കുന്നു എന്ന് പറഞ്ഞു. യാസി എവിടെ? യാസി വന്നപ്പോ തൊട്ട് വിശക്കുന്നു. യാസി രാവിലെ എണീറ്റപ്പോ ലേറ്റ് ആയി പോയി. ഇല്ലില്ല, നമ്മൾ യാസി വിളിച്ചു ഗൈസ് എവിടെ എത്തിന്നറിയാം. അപ്പൊ യാസി പതിയെ എണീറ്റതേ ഉള്ളൂ. മഴയായതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഒതുങ്ങി നിൽക്കും. അതുകൊണ്ട് യാസി ഒന്നും കഴിച്ചില്ല. ഇനി യാസിക്ക് ഫുഡ് വാങ്ങിച്ചോണ്ടിരിക്കും. ഫൈനൽ വൺ ഫാന്റാസ്റ്റിക് ഷോട്ട് ഓഫ് യാസ്ന. അവിടെയല്ല, ആ ഫാനിനെ കണ്ടൂടാ. ഇപ്പൊ കാണാം. നീ മറ്റേ സ്റ്റൈൽ കൂടുതലായ കൊള്ളൂല. എത്ര രൂപ? ഇവിടെ എഴുതിയിട്ടുണ്ട് 240. ആമിക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇത് ആമിയെ പറ്റിച്ച പോലെ അല്ല ഗൈസ്. ആമിയുടെ കയ്യിലുണ്ടായിരുന്ന ഫൈറ്റർ കളർ അടിച്ച ഫൈറ്റർ ആയിരുന്നു. പക്ഷെ ഇത് കൊള്ളാം, നല്ലതാ. ഇതിനെവിടെ നിൽക്കുന്നത്? ചിക്കൻ ബണ്ണും ചിക്കൻ പ്ലേറ്റും ബീഫ് ബണ്ണും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പിന്നെ യാസി എന്തൊക്കെയോ വാങ്ങിച്ചു തരാന്ന് പറയുന്നത് ഗൈസ്. റിച്ചാണ് ഗൈസ്. അറിഞ്ഞോ യാസിയുടെ ആണല്ലോ വേണ്ട പോണം. ഇവിടെയാണ് നല്ല പൊട്ടിയ ഡ്രാഗൺ അങ്ങ് സൗദിന്ന് വരുമല്ല. ഈ കുട്ടി ഭയങ്കര അലമ്പാണ് ഗൈസ്. ഇവിടെ കിടന്ന് കുഞ്ഞു പിള്ളേരെ പോലെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നു. നമ്മുടെ പർച്ചേസിംഗ് കഴിഞ്ഞ ഗൈസ്. ഇനി നമ്മൾ ബിൽ സെക്ഷനിലോട്ട് പോവാണ്.
ഹൗസ് ഉണ്ട് ഗൈസ്. ആരുടെയാണ് ലച്ചു? അത് കൃഷ്ണയുടെ ഡാഡിയുടെ ഫ്രണ്ടിന്റെ. ഡാഡി ഭയങ്കര റിച്ചാ, എന്ത് ചെയ്യാനാ. പാരഗണിന്ന് ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാരഗണിന്ന് തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ടോ പാരഗണിന്ന് ബിരിയാണി കഴിക്കാൻ? ഞങ്ങൾക്ക് ആരുണ്ട് പാരഗണിയിൽ ആര് വിളിച്ചാലും വരും കേട്ടോ. കൃഷ്ണാശേഖരനെ വിളിക്കണമെന്നില്ല. കാണുന്നവരൊക്കെ വിളിച്ചാൽ വരും പറഞ്ഞു. വീഡിയോ കാണുന്ന ആരെങ്കിലും വിളിച്ചാലും മതി. ഒരു ക്യൂട്ട് സ്റ്റഫ് വേണമെന്ന് പറഞ്ഞ് വഴക്കാ. ഭയങ്കര വഴക്കാന്ന്. 3 ഗൈസിനൊക്കെ ഇട്ടിട്ടുണ്ട്. ലഞ്ച് സോഷ്യൽ എക്സ്പെരിമെന്റിൽ ഭാഗമായത്. എന്നിട്ട് അത് മിസ് ചെയ്ത് 5 സിനിമ ടിക്കറ്റ് ഫ്രീ ആയിട്ട് PVR 5 ടിക്കറ്റ് ഇടാന്നാണ് പറഞ്ഞ ഗൈസ്. ധനുഷാണ് നശിപ്പിച്ചത്. ടൈമില്ല. നമ്മൾ എവിടെ പോണെങ്കി അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് മിനിസോയിൽ പോകുന്നു. മിനിസോടി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ട് സാധനങ്ങൾ മേടിക്കാം. മിനിസോടി കഴിഞ്ഞാൽ നമ്മുടെ ഡേ അങ്ങ് തീരുമല്ലേ അസ്തി? എന്തെങ്കിലും വേണോ മിനിസോയിന്ന്? എനിക്കും വേണം. മിനിസോ എന്ത് വേണം അച്ചു? നമ്മളിവിടെ ഭയങ്കര സൈലന്റ് ആണ്. ഇവിടെ ബഹളം വെക്കാൻ എനിക്ക് കൃഷ്ണ അടിച്ചു തരാം. ഞാൻ വലിയൊരു ബ്ലോഗറായിട്ട് ലച്ചുവിനെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അടുത്ത കുട്ടി ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ട് എന്ത് വേണം? അശ്വതി ആണെങ്കിൽ വേണ്ട സാധനമാണ്. കഴിക്കാത്തവർക്ക് ഞാൻ സ്പൂൺ വാങ്ങിച്ചു കൊടുക്കണം. കറക്റ്റ് പെർഫെക്റ്റ്. എങ്ങും പോകാത്ത ലക്ഷ്മി. എല്ലാം പോകാത്തൊന്നുമല്ല. ഈ കുട്ടിയെ പറ്റിക്കുന്ന ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. ലക്ഷ്മി എല്ലായിടത്തും പോകാറുണ്ട്. ധനുഷക്ക് വാവ് സൂപ്പർ എന്നുള്ള ബാർബിയുടെ കുഞ്ഞു ബാഗ് തുറക്കാൻ പറ്റും. ഒരുപാട് സാധനം ഇരിക്കുന്നു. ഭ്രാന്ത് 3 ഭ്രാന്ത്. എന്റെ ഭാവി കെട്ടന്മാരെങ്കിലും ഉണ്ടെങ്കിലും മേടിച്ചാൽ എനിക്കില്ലെങ്കിലും വാപ്പായിക്കോട്ടെ. ഫേവറേറ്റ് സ്പൂൺസ് പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു തുടങ്ങി. ബിരിയാണി ഇത് വേണോ? തിരിച്ചു വെച്ചിട്ട് കേട്ടോ. വേണ്ട. ആക്രി പിള്ളേരുണ്ട് ഗൈസ്. അതിന്റെ മെയിൻ ആണ് യൂട്യൂബ് നമ്മൾ വലുതാക്കിയിട്ട് യൂട്യൂബ് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ വിളിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഇങ്ങനെ നമ്മളിങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നു. കുറെ ഐഡി പിള്ളേരെ കൂടെയാണ് ഞാൻ എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ പുതിയ ക്ലാസ്? പ്രമാദം. ഏറ്റവും വയ്യാത്ത കൊച്ചാണ് ഈ വെള്ളം എടുത്തിട്ട് നിൽക്കുക. യാസിക്ക് ഇത് വേണമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, ദയ തോന്നിയിട്ട് ഈ യാസിക്ക് ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. യാസിക്ക് ഒരു പാവ. ഇതാണ് ഹാഷ്ടാഗ്. ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞില്ലേ? അപ്പൊ യാസ് നമ്മളിവിടെ വരുന്നില്ല ഗൈസ്. ലെറ്റ്സ് ഗോ.